ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിലും എവിടെ ചാർജ് ചെയ്യും, എത്ര ദൂരം പോകും എന്നൊക്കെ ആലോചിച്ച് പേടിച്ച് നിൽക്കുന്നവരാണ് നിങ്ങൾ. എങ്കിൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. ഇലക്ട്രിക് വാഹനങ്ങളുടെ അതേ മൈലേജ് ലഭിക്കുന്ന, ഒപ്പം ചാർജിംഗ് ടെൻഷൻ ഒട്ടുമില്ലാത്ത ഹൈബ്രിഡ് കാറുകൾ ഇന്ത്യൻ വിപണി പിടിച്ചടക്കാൻ വരുന്നു. കിയ സെൽറ്റോസ് മുതൽ മാരുതി സ്വിഫ്റ്റ് വരെ നമ്മൾ ദിവസവും കാണുന്ന കാറുകളിലെല്ലാം ഇനി ഹൈബ്രിഡ് കരുത്ത് വരുന്നു. എന്താണ് ഈ ഹൈബ്രിഡ് ടെക്നോളജി? എങ്ങനെയാണ് ഇതൊരു സാമ്പത്തിക ലാഭമാകുന്നത്? നമുക്ക് നോക്കാം. എന്താണ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ? വളരെ ലളിതമായി പറഞ്ഞാൽ ഒരു പെട്രോൾ എഞ്ചിനും ഒരു ചെറിയ ഇലക്ട്രിക് മോട്ടറും ചേർന്ന ഒരു അത്ഭുതമാണ് ഹൈബ്രിഡ് കാറുകൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ ഇതിനെ ചാർജ് ചെയ്യേണ്ടതില്ല എന്നതാണ്. കാർ ഓടുമ്പോൾ തന്നെ ബാറ്ററി തനിയെ ചാർജ് ആയിക്കോളും. നഗരങ്ങളിലെ ട്രാഫിക് ബ്ലോക്കുകളിൽ ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുകയും ഹൈവേകളിൽ പെട്രോൾ എഞ്ചിൻ കരുത്ത് കാണിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഡീസൽ കാറുകളേക്കാൾ മികച്ച മൈലേജ് നിങ്ങൾക്ക് പെട്രോൾ ഹൈബ്രിഡ് കാറുകളിൽ ലഭിക്കും. വരാനിരിക്കുന്ന താരങ്ങൾ. ഏതൊക്കെ കാറുകളാണ് ഹൈബ്രിഡ് വേഷത്തിൽ എത്തുന്നത്? മാരുതി സ്വിഫ്റ്റ് ആൻഡ് ഫ്രോങ്സ്. സാധാരണക്കാരുടെ പ്രിയപ്പെട്ട ഈ രണ്ട് മോഡലുകളിലും ഹൈബ്രിഡ് വരുന്നത് വലിയൊരു മാറ്റമായിരിക്കും. മൈലേജ് 30 കിലോമീറ്ററിന് മുകളിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിയ സെൽറ്റോസ്. ഹ്യുണ്ടായിയുടെ ആഗോള ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ സെൽറ്റോസിൽ എത്തുന്നു. പെർഫോമൻസിൽ മാറ്റമില്ലാതെ മൈലേജ് കുത്തനെ കൂട്ടാനാണ് കിയയുടെ ലക്ഷ്യം. എല്ലാവരും കാത്തിരിക്കുന്ന ഡസ്റ്റർ ഈ ദീപാവലിയോടെ ഹൈബ്രിഡ് ആയി തിരിച്ചെത്തുകയാണ്. 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനും കരുത്തുറ്റ ബാറ്ററി പാക്കും ചേർന്നുള്ള ഒരു പെർഫോമൻസ് SUV ആയിരിക്കും ഇത്. കിയ സൊറന്റോ. പ്രീമിയം വിഭാഗത്തിൽ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വലിയൊരു SUV ആയിരിക്കും ഇത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക വശങ്ങൾ. എന്തിനാണ് നമ്മൾ ഹൈബ്രിഡ് കാറുകൾ തിരഞ്ഞെടുക്കുന്നത്? റേഞ്ച് ആൻസൈറ്റി വേണ്ട. EVകൾക്ക് റേഞ്ച് കുറവാണെങ്കിൽ അത് തീരുമെന്ന പേടി ഉണ്ടാകാം. ഹൈബ്രിഡ് കാറുകളിൽ പെട്രോൾ ഉണ്ടെങ്കിൽ എവിടെ വരെയും പോകാം. വില. ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളതുകൊണ്ട് കാറിന്റെ വിലയിൽ അല്പം വർധനവ് ഉണ്ടായേക്കാം. എങ്കിലും ഇന്ധന ചിലവിൽ ലഭിക്കുന്ന ലാഭം വെച്ച് നോക്കുമ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ ഈ തുക നിങ്ങൾക്ക് ലാഭമായി തിരികെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച നിക്ഷേപമാണ്. പെട്രോളും ഇലക്ട്രിക്കും ചേർന്ന ഈ സുവർണ കാലഘട്ടത്തിൽ നിങ്ങൾ അടുത്തതായി വാങ്ങാൻ പോകുന്ന കാർ ഒരു ഹൈബ്രിഡ് കാർ ആകുമോ? അതോ ഇലക്ട്രിക് കാറുകൾക്ക് തന്നെയാണോ നിങ്ങൾ മുൻഗണന നൽകുന്നത്? താഴെ കമന്റ് ചെയ്യുക. ഇത്തരം വാഹന വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.